കേരളത്തിന്റെ അന്നത്തിലും കേന്ദ്രത്തിന്റെ അവഗണന. കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ അരി. ഗോഡൌണുകളിൽ ഭക്ഷ്യവിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ അവഗണന തുടരുന്നതിനിടയിലാണ് പുതിയ സംഭവം. പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സപ്ലൈകോയ്ക്ക് അനുവദിച്ച അരിയാണ് ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയത്. സംസ്ഥാനത്തുള്ള FCI ഗോഡൌണുകളിൽ സപ്ലൈകോ ക്വാളിറ്റി അഷ്വറൻസ് മാനേജർ, റേഷൻ കൺട്രോളർ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാട് പുനഃപരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ കാലാകാലങ്ങളിൽ വിതരണം ചെയ്യാൻ, ലേലം ചെയ്യാൻ തയ്യാറാകുന്ന നിലപാട് FCI സ്വീകരിക്കണം. 1-2 വർഷക്കാലം ഇത് അവിടെ സ്റ്റോക്കായി ഇരുന്ന് കേടാകുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ഒരു പകപോക്കലിൻ്റെ ഭാഗമായി എടുത്ത ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി കേരളത്തോട് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനമാകണം FCIയും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് എന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് അരി കേന്ദ്രം അനുവദിച്ചു നൽകിയത്. അനുവദിച്ചു നൽകിയ അരിയാകട്ടെ ഭക്ഷ്യയോഗ്യമല്ലാത്തതും. ഓണക്കാലത്ത് ഉത്സവചന്തകളിലും മാവേലി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്കുമായി 200 ടൺ അരി വേണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ സപ്ലൈകോയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കുവാൻ ആദ്യം അനുമതി നിഷേധിച്ചു. പിന്നീട് 28 രൂപയ്ക്ക് അരി നൽകുവാൻ തയ്യാറായി. എന്നാൽ അരിയെടുക്കാൻ സപ്ലൈകോ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കിലോയ്ക്ക് 31.67 രൂപയ്ക്കാണ് നൽകിയത്. 18.59 രൂപയ്ക്ക് നൽകുന്ന ഭാരത് അരിയാണിത്. അത്യാവശ്യം മെച്ചപ്പെട്ട അരിയുള്ളത് കഴക്കൂട്ടത്തെ FCI ഗോഡൌണിലാണ്. ഉയർന്ന വില നൽകി വാങ്ങി ഇത് മറ്റ് ജില്ലകളിലേക്ക് എത്തിക്കുവാനുമാകില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്ന ചെലവ് ഇതിനു വേണ്ടിവരും. ഓണക്കാലത്ത് പോലും കേരളത്തോട് കടുത്ത അവഗണനയാണ് കേന്ദ്രം കാണിച്ചത് എന്നതാണ് വസ്തുത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.